നമ്മൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഇതിനെ എനിക്ക് നേരിടാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ഇത് സാധ്യമാണോ, അല്ലെങ്കിൽ എനിക്കിത് സാധ്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ പരാജയം തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സെന്ന് പറയുമ്പോൾ തിങ്കിങ്ങിൻ്റെ ഫാക്കൽറ്റിയാണ് മനസ്സ്. മനസ്സ് എങ്ങനെയാണ് നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്? ഭഗവത്ഗീതയിൽ എന്താണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്? ഭാഗവത ആചാര്യനായ ശ്രീഹരി വാസുദേവൻ സാർ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്തേ. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് മനസ്സും നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്ന് ഭഗവത്ഗീതയിൽ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടാകുമോ? തീർച്ചയായിട്ടും. നിലവിൽ ഏറെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ പരമപ്രധാനമാണ് മനസ്സ്. ഒരു പർട്ടിക്കുലർ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഒരു വ്യത്യസ്തമായ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഇന്ന് ലോകത്തിൽ ലഭ്യമായ ഏറ്റവും മനോഹരമായ സൈക്കോളജിക്കൽ ടെക്സ്റ്റ് ഏതാണ് എന്ന് ഭഗവത്ഗീത പഠിക്കുന്ന ഒരു പഠിതാവ് എന്ന നിലയ്ക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത്, അല്ലെ അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദയോഗം. നമ്മുടെ പുതിയ തലമുറയൊക്കെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഡിപ്രഷൻ, വിഷാദം, അർജുന വിഷാദയോഗം. അപ്പോൾ ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായത്തിൻ്റെ പേര് അർജുന വിഷാദയോഗം എന്നായതുകൊണ്ട് തന്നെ ആ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവത്ഗീതയ്ക്ക് മനസ്സുമായിട്ടുള്ള കണക്ഷൻ, ബന്ധം നമുക്ക് നേരിട്ട് പ്രത്യക്ഷത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ മനസ്സ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കണം, മനസ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്ന മനസ്സിനെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു തരുന്ന അറിവിനെ ജീവിതത്തിൽ പകർത്താൻ ഏറെ സഹായിക്കും. ഭഗവത്ഗീതയിൽ ഭഗവാനോട് അർജുനൻ പറയുന്നുണ്ട്, ചഞ്ചലം ഹി മന കൃഷ്ണ. ഭഗവാനെ, എൻ്റെ മനസ്സ് ഈ ഓരോ നിമിഷവും ഇങ്ങനെ ചഞ്ചലപ്പെട്ടിരിക്കുന്നു എന്നറിയാം. നമുക്ക് വേറൊരു തലത്തിൽ ഭഗവത്ഗീത യോഗ ഫിലോസഫി, യോഗ ദർശനത്തെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. ഭഗവത്ഗീതയുടെ എല്ലാ അധ്യായവും അവസാനിക്കുന്നത് യോഗ ശബ്ദത്തോടു കൂടിയാണ്. അർജുന വിഷാദയോഗം, 2-ാം അധ്യായം സാഖ്യയോഗം, 3-ാം അധ്യായം കർമ്മയോഗം, അങ്ങനെ 18-ാം അധ്യായം മോക്ഷ സന്യാസ യോഗം, എല്ലാം യോഗം. അപ്പം ഭഗവത്ഗീത ഒരു സൈക്കോളജിക്കൽ ടെക്സ്റ്റാണ്, ഒരു യോഗ ശാസ്ത്ര ഗ്രന്ഥവുമാണ്. അപ്പോൾ യോഗയുടെ നിർവചനം പതഞ്ജലി മഹർഷി തൻ്റെ യോഗശാസ്ത്രത്തിൽ പറയും, ചിത്തവൃത്തി നിരോധ യോഗ. ഈ ഇളക്കമുള്ള മനസ്സിൻ്റെ ഇളക്കങ്ങളെ നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ്, ആ പ്രോസസ്സാണ്, അല്ലെ ആ ഒരു പരിശീലനമാണ് യോഗ എന്ന് പറയുക. അപ്പോൾ 1-ാമത്തെ പോയിന്റ്, ഇളക്കങ്ങളുള്ള മനസ്സിൽ നിന്നും ഇളക്കങ്ങൾ അകന്ന മനസ്സിലേക്കുള്ള ഒരു യാത്രയാണ് ഭഗവത്ഗീത. യോഗ എന്ന് പറയുന്നത് നമ്മളിൽ പലരും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശബ്ദമാണ്. യോഗ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ കൈ ഉയർത്തി കാലെടുത്ത്. യഥാർത്ഥത്തിൽ യോഗശാസ്ത്രത്തിൻ്റെ ഒരു 10% മാത്രമാണ് ഈ അഭ്യാസം എന്ന് പറയുന്നത്. യോഗ യഥാർത്ഥത്തിൽ മനോനിയന്ത്രണത്തിനുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഏറ്റവും മനോഹരമായ അറിവാണ് യോഗ. അത് ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അർജുനൻ പറയുന്നു, ചഞ്ചലം ഹി മന കൃഷ്ണ. എൻ്റെ മനസ്സ് ഇളകിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് കൃത്യമായി ഫോക്കസ് ചെയ്തൊരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള അറിവിനെ 18 അധ്യായങ്ങളിൽ കൂടെ ഭഗവാൻ നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ സ്വന്തം അർജുനന് വേണ്ടി പകർന്നു കൊടുക്കുന്ന യോഗശാസ്ത്രമാണ് മറ്റൊരർത്ഥത്തിൽ ഭഗവത്ഗീത. അപ്പോൾ ഇതെവിടാണ് ഭഗവാൻ എന്താണ് സ്ട്രെയിറ്റ് അർജുനൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഭഗവാൻ പറയും, അഭ്യാസേനേതു കൗന്ദേയ. അതായത് നമുക്കിടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. മനസ്സിൻ്റെ നിയന്ത്രണത്തിന് ലോകത്തിൽ ഒരുപാട് വഴികളില്ലെന്നല്ല, 2 വഴികളില്ല, ഒരൊറ്റ വഴി. എന്താണ് ആ വഴി? അഭ്യാസേനേതു കൗന്ദേയ. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ എന്താണോ, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഉപാധികൾ എന്താണോ, അത്തരം പരിശീലനങ്ങളിൽ, അത്തരം അറിവിൻ്റെ വഴിയിലൂടെ നാം യാത്ര ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗുരുവിനെ സമീപിക്കുന്നു, നമ്മളൊരു പ്രശ്നത്തിൽ നേരിട്ടു, നമ്മുടെ ഒരു ഗുരു അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് നമ്മൾ സമീപിക്കുമ്പോൾ അവരാകെ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് ശ്രേഷ്ഠനായ ഒരു ഗുരുവോ ജ്ഞാനിയായ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു നല്ല സൈക്കോളജിസ്റ്റോ നമ്മളെ ആകെ ചെയ്യുന്നത്
ഈ മനസ്സിൻ്റെ ഇളക്കങ്ങളെ ഒന്ന് നിയന്ത്രിച്ച് മനസ്സിനെ ഒന്ന് ഫോക്കസ് ചെയ്യുന്ന, അതായത് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നും ക്ലാരിറ്റി സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്കുള്ള ഒരു കൈപിടിച്ച് അർജുനനെ കൊണ്ടുപോകുന്ന യാത്രയാണ് ഏത്? ഭഗവത്ഗീത. അപ്പോൾ അർജുനൻ ഭഗവത്ഗീത തുടങ്ങുന്നിടത്ത് തനിക്ക് എന്തു ചെയ്യണം, ഈ നിലവിലുള്ള പരിതസ്ഥിതിയിൽ നിന്ന് ഈ ഗിവൺ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിട്ട് പകച്ചു നിൽക്കുന്ന ഒരു അർജുനനെ നമ്മൾ കാണും ജീവിതത്തിൽ. നമ്മളൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. എക്സാക്ട്ലി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ പല സാഹചര്യങ്ങളിലും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകും, ഉറപ്പാണ്. മനുഷ്യനാണെങ്കിൽ ഉണ്ടാകും. അപ്പം അവിടെ നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മുന്നിൽ ശ്രേഷ്ഠനായ ഒരാളെ നമുക്ക് പറ്റുന്നതാണ് അതിൻ്റെ സൊല്യൂഷനെങ്കിൽ നമുക്ക് സ്വയം പരിഹരിക്കാം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് സ്വയം പരിഹരിക്കാൻ ആകുമായിരുന്നെങ്കിൽ ഇവിടെ ഈ സോഷ്യൽ റിഫോമേഴ്സോ ഡോക്ടറോ എഞ്ചിനീയറോ സൈക്കോളജിസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സ്വയം പരിഹരിക്കാം. ശരിയാണോ? ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് മറ്റൊരാളുടെ സഹായത്തോടു കൂടി വേണം പരിഹരിക്കാൻ. അവിടെയാണ് സപ്പോർട്ടോടുകൂടി അവിടെയാണ് മുമ്പേ ഞാൻ പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള 3 കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യമാണ് ശ്രേഷ്ഠനായ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം, ഒരു ഗുരുവിൻ്റെ സാമീപ്യം. മനുഷ്യനായിട്ട് ജനിച്ചു, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഡീൽ ദാറ്റ് എനിബഡി ക്യാൻ ഹാവ്. സെക്കൻഡ് വണ്ണാണ് ഒരു പരമയോഗ്യനായ ഗുരു ജീവിതത്തിൽ ഉണ്ടാകുക. ആ ഒരു അനുഗ്രഹം ജീവിതത്തിൽ ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് ശ്രീഹരി വാസുദേവ. അപ്പോൾ എന്താണ് ആ ഗുരുക്കന്മാർ ഈ മനസ്സ് വഴി ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഇതിനെ എനിക്ക് നേരിടാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ഇത് സാധ്യമാണോ, അല്ലെങ്കിൽ എനിക്കിത് സാധ്യമല്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ പരാജയം തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും സ്വാധീനിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സെന്ന് പറയുമ്പോൾ തിങ്കിങ്ങിൻ്റെ ഫാക്കൽറ്റിയാണ് മനസ്സ്. കണ്ണെന്ന് പറയുന്ന കാണുന്നതിൻ്റെ ഫാക്കൽറ്റിയാണ്, ചെവി എന്ന് പറയുന്നത് കേൾക്കുന്നതിൻ്റെയാണ്, നാക്ക് രുചിയുടെയാണ്, ത്വക്ക് സ്പർശനത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ ബാഹ്യമായ 10 ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, അതുകൂടാതെ 4 അന്ധകരണ ഇന്ദ്രിയങ്ങൾ എന്ന് പറയും. 4 അന്ധകരണ ഇന്ദ്രിയങ്ങൾ. നമ്മുടെ ആ അന്ധകരണ ഇന്ദ്രിയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മതലത്തിലുള്ള ഇന്ദ്രിയങ്ങളിൽ ഒന്നാണ് മനസ്സ്. അപ്പം നമുക്ക് മനസ്സിനെ ട്രെയിൻ ചെയ്താൽ, ഇഫ് യു ട്രെയിൻ യുവർ മൈൻഡ് യു ക്യാൻ അച്ചീവ് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. വീണ്ടും താങ്കൾക്കൊരു ചോദ്യം ഉണ്ടാകാം മനസ്സിൽ, സാർ അത് സാധ്യമാണോ? ഭഗവത്ഗീത പഠിതാവെന്നുള്ള നിലയ്ക്ക്, ജീവിതത്തിൽ മനുഷ്യനായിട്ട് ജനിക്കാൻ സാധിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക്, ഗുരുയുടെ സാന്നിധ്യം ജീവിതത്തിലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, ഐ വിൽ ഗിവ് യു ഗ്യാരണ്ടി, ഇഫ് യു ട്രെയിൻ യുവർ മൈൻഡ് യു ക്യാൻ അച്ചീവ് എനിത്തിങ് ഇൻ യുവർ ലൈഫ്. ഇതിനെപ്പറ്റി കുറേ ബുക്കുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് ബുക്കുകളുണ്ട്. ഇപ്പോൾ ഒരെണ്ണമായിട്ട് നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ നിന്നായിരിക്കണം അല്ലേ? അതിൻ്റെ ഒരു തുടക്കം എന്ന് ഞാൻ പറയുന്നില്ല. കാര്യം ഭഗവത്ഗീതയ്ക്ക് മുമ്പ് ഒരുപാട് പുസ്തകങ്ങൾ ലഭ്യമാണ്. നമ്മുടെ വേദമൊക്കെ ഭഗവത്ഗീതയ്ക്ക് മുമ്പാണ്. എങ്കിലും ഭഗവത്ഗീത ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മോട്ടിവേഷണൽ ബുക്ക് ഇൻ ദിസ് വേൾഡ്. കുറച്ചും കൂടി പ്രായോഗികമായിട്ട് ഭഗവത്ഗീതയിൽ എല്ലാ അറിവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരറിവും ഭഗവത്ഗീതയിലില്ല. നമ്മുടെ ലോജിക്കൽ, റാഷണൽ, ഇൻ്റലക്ച്വൽ തിങ്കിങ്ങുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാത്തതായിട്ട് ഒരു കാര്യവും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടില്ല. 5260-70 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യത്തിന് ഇന്നും ഈ ലോകത്ത് പ്രാധാന്യമുണ്ടെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നും ഭഗവത്ഗീത പഠിപ്പിക്കാൻ പ്രത്യേക വകുപ്പുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഭഗവത്ഗീത ഇൻ ദ മോസ്റ്റ് മോഡേൺ period. Even in 2024, Bhagavad Gita has got its own significance in every Arjuna's life. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.